നമ്മുടെ വണ്ടിയുടെ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് കളഞ്ഞു. ഹോണ്, അതേപോലെ തന്നെ ഹോണിൻ്റെ കട്ടൗട്ടർ, പിന്നെ സ്റ്റോക്ക് ഹോൺ മാത്രം വെക്കുന്നു. കാരണം എന്ന് വെച്ചാൽ നാളെ വർക്ക്ഷോപ്പിൽ കാണിക്കേണ്ടതാണ്. വർക്ക്ഷോപ്പിലേക്ക് എടുത്തു എന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ ബാറ്ററീൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ ബാറ്ററി മാറ്റാം, അതേപോലെ റെക്ടിഫയർ കംപ്ലയിൻ്റ് ആണെങ്കിൽ റെക്ടിഫയർ മാറ്റണം. അതിന് 750 രൂപയാണ്. മൊത്തത്തിൽ പൈസ പോകുന്ന പരിപാടിയാണ്. നിങ്ങളിപ്പോൾ ഒരു ഗിയർലെസ് വണ്ടികളാണെങ്കിൽ തന്നെ അതിൻ്റെ ഓരോ പണിയും എല്ലാ പണിയും ഒരുമിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു തുകയാവും. അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ പിന്നെ വല്ലപ്പോഴും ഇടയ്ക്ക് പണി വരുന്നതാണെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ പൈസയാവും. പക്ഷേ 750 രൂപ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പൈസയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ ഇങ്ങനെ വണ്ടിക്ക് പണിയെടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ തന്നെയാണ് ഈ വണ്ടീൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കലും ഇതാണ്. പക്ഷേ നമുക്ക് പാളിപ്പോയതെന്ന് പറഞ്ഞാൽ നമ്മൾ DC ഹെഡ്ലൈറ്റ് കൊടുത്തുകൊണ്ടായിരിക്കണം ബാറ്ററി മൊത്തത്തിൽ വീക്കായി പോയത്. അതൊരു ഹോൺ അടിക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ വീക്കായി. അതാണ് ആദ്യം കാണിച്ചു തന്ന സിഗ്നൽ. പിന്നെ ഞാൻ തലശ്ശേരിക്ക് പോകാൻ നിന്നിട്ട് നേരെ വീട്ടിലേക്ക് എടുത്ത് വണ്ടി ഇവിടെ വെച്ച് സേഫാക്കി വെച്ച്. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്നൊരുത്ത ചങ്ങായിമാർ വിളിച്ചാൽ വരില്ല, അല്ലെങ്കിൽ ലവന്മാർ വരുന്ന പരിപാടിയൊന്നുമില്ല. കാരണം നമ്മൾ വിളിച്ചാൽ ഒരാൾ എത്തൂല, അവർ വിളിക്കുമ്പോൾ നമ്മളെത്തണം. അങ്ങനെയുള്ള പിള്ളേരാണ്. പക്ഷേ എനിക്കങ്ങനെ ഫ്രണ്ട്സുമാരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല. കാരണം നമുക്ക് നമ്മളെ ഉണ്ടാവും. അപ്പോൾ അതിലെ ഫ്രണ്ട്സുമാരുള്ള ഒരു കാലം വരെ ഉണ്ടാവും. പിന്നെ ലാസ്റ്റിൽ അവന്മാരെ പണി നോക്കി പോകും. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ചങ്ങായി എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിയാണ് ഇവ. അപ്പോൾ പുള്ളി ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഞായറാഴ്ച എനിക്ക് ഭയങ്കരമായിട്ട് സഹിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ആ ഒരു പിന്നെ DC ഹെഡ്ലൈറ്റ് പിന്നെ ആദ്യം LED വെച്ചതിന് ശേഷമാണ് ബാറ്ററി നല്ലപോലെ വീക്കായതിന് ഞാൻ ശ്രദ്ധിച്ചിന്. പിന്നെ അതിന് ശേഷം ഹാലജൻ ബൾബും നമ്മൾ DC കൊടുത്തിട്ട് കുറച്ച് ഓടിച്ച് നോക്കിന്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. കുറച്ച് കിലോമീറ്ററൊക്കെ ഓടിച്ച് നോക്കി. കത്തിച്ചിട്ട് അധികം ദൂരമൊന്നും പോയിട്ടില്ല. പക്ഷേ എനിക്കെന്തോ ഒരു ചെറിയൊരു പെശക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ DC ഹെഡ്ലാമ്പ് AC-യിലേക്ക് തന്നെ കൊടുത്ത്. കാരണം വെറുതെ കഴിയില്ല. കാരണം നമ്മളെ വണ്ടി എന്ന് വെച്ചാൽ അത്രയും ദൂരമൊക്കെ പോകുന്നത്, ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം കവർ ചെയ്തൊരു വണ്ടിയാണ് എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ. അങ്ങനെ അത്രയും ദൂരമൊക്കെ എടുക്കുന്നതാണ്. പക്ഷേ അപ്പം നമ്മൾ ഓരോ വിഡിത്തം കാണിച്ചിട്ട് നമ്മളെ വണ്ടികൾ ഇതേപോലെ ആക്കി വെക്കുന്നതിൽ ഒരു എന്നാ പറയണ്ടേ, ഒരു ഇതില്ല എന്നാ പറയണ്ടേ, അതിലൊരു എന്നാ പറയണ്ടേ, ഭയങ്കര മണ്ടത്തരാണ്. നമ്മളെ വണ്ടി നമ്മൾ തന്നെ നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഒരു വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ. കാരണം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫോൾട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബാറ്ററി അതേപോലെ ചെറിയൊരു ഫോൾട്ട് വന്നാൽ റെക്ടിഫയർ കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. റെക്ടിഫയർ കംപ്ലയിൻ്റ് ആയാൽ ഞാൻ പറഞ്ഞ പോലെ 750 രൂപ ആ ഒരു റേഞ്ച് ആവും. അഥവാ ബാറ്ററി കംപ്ലയിൻ്റ് ആയതിൻ്റെ ബാറ്ററി നമുക്ക് മാറ്റാം. അപ്പോൾ രണ്ടിലേതെങ്കിലും ഒന്ന് കേടായിനോ നോക്കാൻ എന്തായാലും വർക്ക്ഷോപ്പിൽ പോകണം. നല്ലൊരു ചങ്ങായി ഉണ്ട് നമ്മളെ. അപ്പോൾ പുള്ളീനെ വിളിച്ചിട്ട് ഉപദേശം തേടിയതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് മൊത്തത്തിൽ വണ്ടി അഴിച്ചു വെച്ചിട്ടുള്ളത്. ഇനി അങ്ങനെ സെറ്റാക്കിയിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോകേണ്ട വകയിലാക്കണം.